എൻ്റെ പേര് ജ്വാല. എൻ്റെ മോളുടെ പേര് ആൻമേരി. അവൾക്ക് 12 വയസ്സായി. അവൾ ജനിച്ച അന്ന് മുതലേ അവൾക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ജനിച്ച് 4 മാസം ആയപ്പോൾ ആദ്യമായിട്ട് തലയിൽ ബ്ലീഡിങ് ഉണ്ടായി. പിന്നെ അതിനുശേഷം ബ്ലഡ് ഛർദ്ദിക്കൽ, വയറിനകത്ത് ബ്ലീഡിങ്, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവൾക്ക് ഉണ്ടായിട്ടുണ്ട്. ലിവറിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നെ SITയിലാണ് നമ്മൾ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ടാണ് കിംസ് ആശുപത്രിയിലോട്ട് വന്നത്. ആൻമേരി ആക്ച്വലി നമ്മുടെ അടുത്ത് വന്നത് വളരെ പ്രയാസമുള്ളൊരു കരളിൻ്റെ അസുഖമായിട്ടായിരുന്നു. കഞ്ചനിറ്റൽ ഹെപ്പാറ്റിക് ഫൈബ്രോസിസ് എന്ന അസുഖം കാരണം കരളിൻ്റെ പ്രവർത്തനം തകരാറിലാക്കി അവളുടെ സ്പ്ലീൻ വളരെ വലുതായി. അതുകൊണ്ടുള്ള പെയിനും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് സ്കിന്നിലും ബ്രെയിനകത്തെല്ലാം ബ്ലീഡിങ്ങും എല്ലാം വരുന്നൊരു പ്രത്യേക സിറ്റുവേഷനിലായിരുന്നു. അതായത് കരളിൻ്റെ പ്രവർത്തനം വളരെ മോശമായൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ വേണമെന്നുള്ള സിറ്റുവേഷനിലായിരുന്നു. പക്ഷേ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സാധാരണ ട്രാൻസ്പ്ലാന്റ് വ്യത്യസ്തമായി വയറിനകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്പ്ലീനിൻ്റെ ഒരു ഇഷ്യൂവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ ട്രാൻസ്പ്ലാന്റ് സാധാരണയേക്കാളും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ അവളുടെ ട്രാൻസ്പ്ലാന്റ് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ കഴിഞ്ഞു പോയി. എന്നാൽ ട്രാൻസ്പ്ലാന്റിന് ശേഷം 1-2 ആഴ്ചയ്ക്ക് ശേഷം അവളുടെ ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിലുള്ള ചേംബറിൽ ഒരു ക്ലോട്ട് വരികയും അത് ലിവറിൽ നിന്നുള്ള പുറത്തേക്ക് പോകുന്ന വെയിനെ ബ്ലോക്കാക്കി. അതുകൊണ്ട് കുറച്ചൊരു പ്രയാസങ്ങൾ, അതൊരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കുറച്ച് മേജർ കോംപ്ലിക്കേഷൻസ് പോലെ വന്നു. പക്ഷേ അതെല്ലാം നമ്മൾ സമയത്ത് കണ്ടുപിടിച്ച് നമ്മുടെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം, ഇൻ്റർവെൻഷൻ റേഡിയോളജിയും കാർഡിയാക് ടീമും എല്ലാവരും പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ എല്ലാവരും കൂടെ ഒന്നിച്ചുള്ളൊരു ടീമിൻ്റെ ഒത്തൊരുമയായ പ്രവർത്തനം മൂലം അതിനെ വളരെ നല്ല രീതിയിൽ നമുക്കത് ഡീൽ ചെയ്യാൻ കഴിയുകയും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ അവൾ നല്ലൊരവസ്ഥയിലേക്ക് റിക്കവർ ചെയ്ത് സ്കൂളിലെല്ലാം പോകാൻ പറ്റുന്ന നല്ലൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഡോക്ടർ ഷബീർ അലി സാറിൻ്റെയൊക്കെ അകമഴിഞ്ഞ ആത്മാർപ്പണം കാരണം മോളിപ്പോൾ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അവളിപ്പോൾ സുഖമായിട്ടിരിക്കുന്നു, സ്കൂളിലൊക്കെ പോകുന്നു. സാമ്പത്തികമായിട്ടും കിംസ് ആശുപത്രി മാനേജ്മെൻറ്റ് നമ്മളോട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നന്ദിയും കടപ്പാടും ഇവിടുത്തെ എല്ലാ ഡോക്ടേഴ്സിനോടും മാനേജ്മെൻറ്റിനോടും നമുക്കെന്നും ഉണ്ടായിരിക്കും. എൻ്റെ മോളുടെ ഈ ചിരിയുടെ കാരണം തന്നെ ഡോക്ടേഴ്സിൻ്റെയും കിംസ് ആശുപത്രിയുടെയും സഹായം കൊണ്ട് മാത്രമാണ്.